ഇപ്പോൾ ശാലോം പറഞ്ഞല്ലോ, ഞാൻ കണ്ടു പരിചയമുള്ള ടീച്ചർ, ബാങ്ക് ഉദ്യോഗസ്ഥ, എനിക്ക് അതിന് ബ്രേക്ക് ചെയ്യണമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ നമുക്ക് അവസരങ്ങൾ വരുന്നത് നമുക്ക് എപ്പോഴും ഇത് തന്നെ വരുന്നത്. ഒരു പാവം കണ്ടാൽ തന്നെ പാവം തോന്നും. പാവം അല്ലെങ്കിലും ആസ് എ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ബ്രേക്ക് ചെയ്തതാ. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കോള് വന്നതാണ്. കാരണം പെർഫോമൻസ് എന്ന് വെച്ചാൽ ശ്രീജാദാസിൻ്റെ വേറൊരു വേർഷൻ. അത് പഠിക്കാന്ന് വെച്ചാൽ പഠിക്കുക തന്നെയായിരുന്നു. ഞാൻ സ്മോക്കിംഗ് ഇങ്ങനെ പഠിക്കുക, കൂടെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. മെൻ്റലി എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. മധു അമ്പാട് സാറ് ക്യാമറ ചെയ്യാം എന്ന് പറയുന്നു. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയാൻ കാരണം തന്നെ, ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ മൂവീസ് കാണുമ്പോൾ മെയിൻ ക്യാരക്ടർ അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ വരെ ശ്രദ്ധിക്കും. എനിക്കത് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. സിനിമ കണ്ടോട്ടി അയാൾ കൊള്ളാല്ലേ, ഈ കുട്ടി കൊള്ളാല്ലേ, അങ്ങനെ ഉണ്ട്. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എല്ലാവരെയും. ഇപ്പം നോമാൻസ് ലാൻഡ് എന്നുള്ള സിനിമയിൽ ഒരു ഓവർ ദി ടോപ്പ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സോ ഈ ഒരു പ്രൊജക്റ്റ് വന്ന സമയത്ത് ചിന്തിച്ചിരുന്നോ ആ ഒരു ക്യാരക്ടർ ചെയ്യണം എന്ന് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരിക്കും? എനിക്ക് തോന്നിയത്, ഇപ്പോൾ ശാലോം പറഞ്ഞല്ലോ, ഞാൻ കണ്ടു പരിചയമുള്ള ടീച്ചർ, ബാങ്ക് ഉദ്യോഗസ്ഥ, എനിക്ക് അതിന് ബ്രേക്ക് ചെയ്യണമെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ നമുക്ക് അവസരങ്ങൾ വരുന്നത് നമുക്ക് എപ്പോഴും ഇത് തന്നെ വരുന്നത്. ഒരു പാവം കണ്ടാൽ തന്നെ പാവം തോന്നും. പാവം അല്ലെങ്കിലും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇത് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടർക്ക് എപ്പോഴും തോന്നുമല്ലോ, നമ്മളൊന്ന് മാറി ചെയ്യണം എന്ന് തോന്നുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പം ഞാനത് വായിച്ച ഉടനെ എസ് പറയുക ചെയ്തത്. ഞാൻ എസ് പറയും. പക്ഷെ അതിലേക്ക് എത്താൻ ഭയങ്കര ടൈം എടുക്കേണ്ടി വന്നു. കാരണം ഞാനേ അല്ല അത്, എൻ്റെലി ഡിഫറെൻ്റ് ആണ്. ബാക്കി എല്ലായിടത്തും ഞാൻ തന്നെ. പക്ഷെ ഇത് ഞാനല്ല. എൻ്റെ ഒരു എലമെൻറ്റ്സ് പോലും ഈ നോമാൻസ് ലാൻഡിൻ്റെ ക്യാരക്ടറിലില്ല. സ്മോക്കിംഗ് എനിക്ക് അറിയില്ലാത്തൊരു പരിപാടിയായിരുന്നു. അച്ഛനെ പഠിപ്പിച്ചെന്ന് അപ്പോൾ സ്മോക്കിംഗ് അപ്പോൾ എനിക്ക് ഭയങ്കര ചലഞ്ചാണ്. അതായത് സ്മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചുമക്കരുത്, ഡയലോഗ്സ് ഇങ്ങനെ കിടക്കും. അപ്പം ഡയലോഗ്സ് പറഞ്ഞ് ഇത് പ്ലേസ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര അറിയില്ല, ഇത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ സ്മോക്ക് ചെയ്യുന്ന സമയത്ത് കാലൊക്കെ പൊള്ളുമായിരുന്നു. എവിടെ വെക്കണമെന്ന് അറിയില്ലല്ലോ. ഈ കയ്യിലുള്ള ആളാണെങ്കിൽ ആളെ പോലെ അല്ല. അപ്പം ഞാൻ 3 months എടുത്തു ഇത് പഠിക്കാൻ. അത് പഠിക്കാന്ന് വെച്ചാൽ പഠിക്കുക തന്നെയായിരുന്നു. ഞാൻ സ്മോക്കിംഗ് ഇങ്ങനെ പഠിക്കുക, കൂടെ ഡയലോഗ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. മെൻ്റലി എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അത്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 1 week എടുത്തു അതിൽ നിന്ന് ഇത് എനിക്ക് വരുന്നില്ല. എനിക്ക് മൊത്തത്തിൽ ആ സെയിം ലൊക്കേഷനിലായിരുന്നു അവിടെ. നമുക്ക് ഷിഫ്റ്റ് ഇല്ല. ഞാൻ ഫുൾ ടൈം ഞാൻ ഈ സുമിത്ര എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. കാരണം ഷോർട്ടില്ലെങ്കിൽ ഞാൻ സ്മോക്ക് ചെയ്യാൻ ശ്രമിക്കും. കാരണം എനിക്ക് കോൺഫിഡൻസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവരൊരു കമൻറ്റ് പറഞ്ഞാൽ ഞാൻ ഇതായി പോകുമല്ലോ, ഇവരെന്തേ ഇങ്ങനെയാണോ സ്മോക്ക് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന ഉടനെ ആദ്യം സ്മോക്ക് ചെയ്താൽ നോക്കിയത്. അപ്പോൾ അവർ വിചാരിച്ചു, ലൊക്കേഷനിലുള്ളവരെന്താ വിചാരിച്ചു, ഞാൻ സ്മോക്കറാന്ന് വിചാരിച്ചു. അതാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞതാണ്. ഇനി എനിക്ക് അങ്ങോട്ട് പിടിക്കാം. പക്ഷെ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞതോടുകൂടി പിന്നെ എനിക്കിത് പറ്റില്ല. എനിക്കറിയില്ല അതെൻ്റെ മെൻ്റലി ഉള്ള പ്രോബ്ലം ആണോ. പിന്നെ സ്മോക്കിംഗ് പറ്റില്ല. അതിൻ്റെ സ്മോക്ക് വരുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ വരും. എനിക്ക് സ്മോക്ക് ആരെങ്കിലും ഒരു 500 meter അപ്പുറത്ത് നിന്നാൽ മതി, എനിക്ക് മൈഗ്രെയിൻ വരും. ക്യാരക്ടറിലായിരുന്നപ്പോൾ ഞാൻ അറിഞ്ഞില്ല. ഭയങ്കര എന്താ പറയുക, ഒരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നുന്നത്. ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ചെയ്തു. പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ച് കളഞ്ഞു ശരിക്കും. ഞാൻ കണ്ടപ്പോൾ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അത്. ചിലപ്പോൾ വേറെ രീതിയിൽ സക്സസ് ആയില്ലെങ്കിലും ആസ് എ ആക്ടർ എന്ന് പറയുന്നത് ഞാൻ ബ്രേക്ക് ചെയ്തതാ. എനിക്ക് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കോള് വന്നതാണ്. കാരണം പെർഫോമൻസ് എന്ന് വെച്ചാൽ ശ്രീജാദാസിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ഡയറക്ടേഴ്സും എന്നെ കോൾ ചെയ്തു. അപ്രിസിയേഷൻ കിട്ടിയൊരു ക്യാരക്ടറായിരുന്നു. നോമാൻസ് ലാൻഡിൻ്റെ ഡയറക്ടർ ജിഷ്ണു തന്നെയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇപ്പോൾ 2 സിനിമകളിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റി. ആ ഒരു കൊളാബറേഷൻ എങ്ങനെയുണ്ട്? ഞങ്ങൾ നോമാൻസ് ലാൻഡ് ഒരു ടീം തന്നെയാണ് ഇപ്പോൾ സെക്കൻഡ് മൂവി ചെയ്യുന്നത്. അപ്പോൾ ടീം ഇപ്പോഴും അത് തന്നെയാണ്. അസോസിയേറ്റ് ആയാലും എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ നമ്മൾ സംസാരിക്കുമല്ലോ, ഇങ്ങനെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ എനിക്ക് വേറിട്ടൊരു പരിപാടി ചെയ്യണം എന്ന്. ആസ് എ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറാണ് ജിഷ്ണു ഹരീന്ദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു ഇതും കൂടി നമുക്ക് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നൈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ നിന്നു. മധു അമ്പാട് സാറ് ക്യാമറ ചെയ്യാം എന്ന് പറയുന്നു. പിന്നെ അതിൽ ഫുള്ള്
ഇൻവോൾവ് ആവുക ചെയ്തത് എല്ലാ രീതിയിലും. ഈ ക്യാരക്ടേഴ്സിനെ എനിക്ക് ഇപ്പോൾ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറയാൻ കാരണം തന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഞാനിങ്ങനെ മൂവീസ് കാണുമ്പോൾ മെയിൻ ക്യാരക്ടർ അല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആക്ടേഴ്സിനെ വരെ ശ്രദ്ധിക്കും. എനിക്കത് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. സിനിമ കണ്ടോട്ടി അയാൾ കൊള്ളാല്ലേ, ഈ കുട്ടി കൊള്ളാല്ലേ, അങ്ങനെ ഉണ്ട്. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് എല്ലാവരെയും. അതിപ്പോൾ ഇതിലേക്ക് എല്ലാവരും ഞാൻ ചൂസ് ചെയ്തു. അപ്പം ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇന്ന ആള്. ഇതിലിപ്പോൾ എൻ്റെ അമ്മയായിട്ട് ചെയ്ത രാധാ ഗോമതി ഒരു ഓഡീഷനിൽ ഞാൻ കണ്ട ഒരാളാണ്. ഓഡീഷൻ ടൈമിൽ ഞാൻ കണ്ടു, ഓക്കെ ഒരു കൊള്ളാലോ എന്നൊരു സാധനം വന്നു. അങ്ങനെ നന്ദിനി ആയാലും ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ഇവരൊക്കെ. പക്ഷെ ഞാൻ സ്ക്രീനിൽ വരുമ്പോൾ ഇങ്ങനെ നോക്കും, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത് എല്ലാവരും ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. എല്ലാവരും നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് ഇതിൽ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് സിനിമ ഇപ്പോൾ കണ്ട എല്ലാവരും പറഞ്ഞത് ഇത് കൊള്ളാട്ടോ, എല്ലാവരും ഒരു കുടുംബത്തിൽ മീൻസ് ഓൾറെഡി ഉള്ള പോലത്തെ ഒരു ഫീല് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സെറ്റിൽ അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് ഗ്രൂപ്പുണ്ട് സ്റ്റിൽ ഇപ്പോഴും അങ്ങനെ തന്നെ. ഞങ്ങളിപ്പോൾ ഒരു ഫാമിലിയിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രസ്സിങ് ആയാലും നീ എന്താ ഈ ഡ്രസ്സ് ഇട്ട് അങ്ങനെയൊക്കെ ചോദിച്ചു കളയും അമ്മ രാധ ചേച്ചിയൊക്കെ. നമുക്ക് ആ ബോണ്ട് ഇതുവരെ പോയിട്ടില്ല, ജെല്ലായി എല്ലാവരും. ഇപ്പൊ ഈ സിനിമ സ്പോട്ട് ഡബിങ് അല്ലേ ചെയ്തിരിക്കുന്നത്? അല്ല, സ്പോട്ട് ഡബിങ് അല്ല, ആക്ച്വലി ഡബിങ് ആണ്. ഡബാണ് മൂവി. ചില പോയിന്റിൽ മാത്രം സ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം സ്പോട്ട് ഡബിങ്ങിൻ്റെ ഇതാണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫുള്ളി നമ്മൾ ആ ഒരു പെർഫോമൻസ് നമുക്ക് ഭയങ്കര കോൺസെൻട്രേറ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി നമ്മുടെ പെർഫോമൻസ് റെക്കോർഡഡ് ആവും. അത് നമുക്കിനി വേറെ തിരുത്താനൊന്നും പറ്റത്തില്ല. ഡബിങ് എന്ന് പറയുമ്പോൾ നമുക്ക് പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ പറ്റും. പക്ഷെ എനിക്ക് എപ്പോഴും സ്പോട്ട് ഡബിങ് ആണ് എനിക്ക് ഇഷ്ടം. അതാണ് കാരണം നമ്മൾ ആ ടൈമിൽ നമ്മളൊരു ക്യാരക്ടറായി നിന്ന് ഒരു ഡയലോഗ്, ഒരു മൂളൽ മതി. നമ്മൾ വിചാരിക്കും ഭയങ്കര ലെങ്തി ഡയലോഗ് പറയുന്നതാണ് പെർഫോമൻസ് എന്ന്. അപ്പോൾ എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയിട്ടില്ല. ആ ഒരു മൂളൽ നമുക്ക് ആ ടൈമിൽ കൊടുക്കാൻ പറ്റിയ ഭയങ്കര രസമാണ്, ഭയങ്കര ഫീലാണ്. അത് നമ്മുടെ മൈന്യൂട്ടുള്ള കാര്യങ്ങൾ അത് ആ ടൈമിൽ ചിലപ്പോൾ വരുള്ളൂ. ഡബ്ബിങ് സ്റ്റുഡിയോ പോയി നിന്ന ആ മൂളൽ നമ്മൾ ഒരു 1 ഡേ നമ്മൾ നിന്ന് മൂളേണ്ടി വരും, കറക്റ്റ് വരില്ല. ചിലപ്പോൾ നമ്മൾ ആ സമയത്ത് പെർഫോം ചെയ്ത പോലെ ചിലപ്പോൾ കിട്ടില്ല. നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിന്ന്. നോമാൻസ് ലാൻഡ് ഇത് പറഞ്ഞ പോലെ ആ മൂഡല്ലല്ലോ. പിന്നെ കട്ട് ചെയ്ത് ഡബ്ബിങ്ങിന് വന്നപ്പോൾ എനിക്ക് മെൻ്റലി പ്രശ്നമായി. കാരണം എനിക്ക് ആ ക്യാരക്ടറിലേക്ക് വരണമെങ്കിൽ പിന്നെ ടൈം എടുക്കേണ്ട വന്നു. അപ്പോൾ ചിലവർക്ക് ഡബ്ബിങ്ങിൽ എല്ലാവരും പറയുന്ന ഡബ്ബിങ്ങിൽ പിടിക്കാം. അപ്പോൾ ഞാൻ ഡബ്ബിങ്ങിൽ എനിക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ മെൻ്റൽ ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ അത്രയും നമ്മൾ അപ്പം എന്താ എഫേർട്ട് എടുത്ത് സെയിം എഫേർട്ട് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ നിന്ന് ഒറ്റയ്ക്ക് നിന്ന് എടുക്കണം. ഓപ്പോസിറ്റ് ആരും ഇല്ലല്ലോ. അവിടെ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ടാട്ടോ ശരിക്കും അത് വരുന്നത്. നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് അത് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് വേറൊരു പരിപാടിയാണ്. ഇപ്പം ആക്ഷൻ ഹീറോ ബിജുവിലായിരുന്നു ആ ഒരു തുടക്കം. അപ്പം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടെന്നുള്ളൊരു വാർത്തയൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷൻ എന്തെങ്കിലും പറയാറായോ? അപ്ഡേഷൻ പറയാറായിട്ടില്ല. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അപ്ഡേഷൻ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇൻസ്റ്റഗ്രാം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറേ ഡാൻസ് ക്ലിപ്പിങ്സ് ഞാൻ കണ്ടായിരുന്നു. ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? ഉണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ PG ചെയ്തു. പെർഫോമൻസിലേക്ക് വരണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ആക്ടിങ് ആയാലും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഡാൻസും പ്രാക്ടീസ് ചെയ്യാതെ നമുക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പ്രാക്ടീസിങ് നടക്കുന്നുണ്ട്, പക്ഷേ പെർഫോമർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അത് എനിക്ക് ഇനിയും ഉണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. എനിക്കൊരു കോൺഫിഡൻ്റ് ആവണം. ഞാനിപ്പോൾ നന്നായി പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ മാത്രമാണ് ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യൽ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പെർഫോം ചെയ്യണം, അതിലേക്കുള്ളൊരു യാത്രയും കൂടി. ഇപ്പോൾ ഡാൻസിങ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സ്പോട്ടിൽ നമുക്കിപ്പോൾ അഭിനയിക്കുന്ന കാര്യം വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു റിയാക്ഷൻ അവിടെ ഇടുക, അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്ന് നമുക്കത് സ്പോട്ടിൽ ചെയ്യേണ്ടി വരും. ആ പ്രസൻസ് ഓഫ് മൈൻഡ് അവിടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഒരു അഭിനയത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് എങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? ഞാൻ പ്രിപ്പറേഷൻസ് എടുക്കാറില്ല. പക്ഷെ നമുക്ക് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഡയറക്ടർ എന്താണോ പറയുന്നത് അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ ഭയങ്കര ലക്കാണ് നമുക്ക്. കാരണം ഡയറക്ടർ പറയുന്ന അതേ പോയിന്റിൽ നമുക്കത് കാണാൻ പറ്റി, പുള്ളി വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ നമ്മൾ ഓക്കെയാണ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ളത് കൊടുക്കാൻ അവരൊരു സ്പേസ് തരുവാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതല്ല ഇപ്പം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ ചെയ്ത് കഴിഞ്ഞ ഉടനെ ഡയറക്ടർ ഫേസിൽ നോക്കും,
പുള്ളി ഓക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെ. നമുക്കത് ജഡ്ജ് ചെയ്യാനുള്ളൊരു ആയിട്ടില്ല നമ്മളപ്പോൾ അവിടെ. കാരണം ഈ സ്ക്രിപ്റ്റുമായിട്ട് ഇരിക്കുന്നത് ഡയറക്ടറാണല്ലോ, സ്ക്രിപ്റ്റ് റൈറ്റർ ആണല്ലോ. അവർ ചിലപ്പോൾ 1 year ഒക്കെ ഇരുന്നിട്ടുണ്ടാവും. നമ്മൾ ആ ടൈമിൽ ഇപ്പോൾ 1 week മുമ്പൊക്കെയാണ് ക്യാരക്ടറിനെ കുറിച്ച് അറിഞ്ഞതും ചെയ്യാൻ ചെല്ലുന്നതും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഡയറക്ടറെ ഞാൻ വിശ്വസിച്ചിട്ട് ആക്ട് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ മോണിറ്റർ പോയി നോക്കാറില്ല. കാരണം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ ഓക്കെ പറയുകയാണെങ്കിൽ ഓക്കെയാണ്. അതല്ല ശ്രീജ ഒന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യാമോ എന്ന് പറഞ്ഞാൽ മാറ്റി ചെയ്യും. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. കാരണം അവർക്കറിയാമല്ലോ ഈ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇപ്പം എന്ത് പറയണം, എങ്ങനെ നോക്കണം എന്ന് കൃത്യധാരണയുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഈസിയാണ് അഭിനയിക്കാൻ. അതല്ല, ഒരു വ്യക്തതയില്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടാണ് നമുക്കിങ്ങനെ ഓരോ കമൻസ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത് കൺഫ്യൂസ്ഡ് ആവും. അയ്യോ ഇപ്പം ഞാനിപ്പോൾ എന്താ ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതെന്നുള്ളൊരു അങ്ങനെ കൺഫ്യൂഷൻ വരും. അതല്ല, കോൺഫിഡൻ്റ് ആയിട്ട് ഒരാൾ അവിടെ നിന്ന് പറയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ. അങ്ങനെയാണ്. അത് കൊടുക്കാൻ പറ്റണം നമുക്ക്. ആ ഒരു സോണിൽ ഒരു കംഫർട്ടായിരിക്കും. അത് കൊടുക്കാൻ പറ്റണം. അവരെന്താ ഉദ്ദേശിച്ച ക്യാരക്ടറിൽ നിന്നുള്ളത് നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഓക്കെയാണ്. അതല്ല, അവരൊന്നും പറഞ്ഞില്ല, അവർ കമന്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ആ ഞാനിപ്പോൾ ഏത് അഭിനയം ഇടണം, ഇനി എന്ത് കയ്യിൽ നിന്ന് ഇടണം എന്നൊക്കെ ആലോചിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും നെക്സ്റ്റ് പ്രൊജക്ട്സ് ലൈനപ്പിലുണ്ടോ? ഉണ്ട്. ഒരെണ്ണമല്ല 3 ഉണ്ട്. അതിലിപ്പോൾ ഒരെണ്ണം ഈ പറഞ്ഞ പോലെ അക്ഷൻ ഹീറോ ബിജു, അതിപ്പോൾ നടക്കാൻ പോകുന്നു. വേറൊരു നല്ലൊരു പ്രൊജക്റ്റ് ആ ടീമിൻ്റെ തന്നെയാണ്. അത് കൺഫേം ആയിട്ടില്ല, നമ്മൾ ഡിസ്കഷനിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇനിയിപ്പോൾ സുമതി വളവായിരിക്കണം. നമുക്ക് സിനിമ ആയതുകൊണ്ട് ഒറ്റയടിക്കൊന്നും പറയാനും പറ്റില്ല, ഏതാ ഫസ്റ്റ് വരുന്നതെന്ന് അറിയില്ല. ഇൻഡിപെൻഡൻറ്റ് മൂവി പറഞ്ഞ പോലെ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇൻഡിപെൻഡൻറ്റ് മൂവീസ് ചെയ്യാനായിട്ട്. അതിൻ്റെ സ്ക്രീനിങ് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പോൾ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ നടന്നോടെ. അത് ഒരു ന്യൂ ഡയറക്ടറാണ്. ഓക്കെ. ഇപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ. ഇപ്പം നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊഫഷണൽ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു ലൈഫ് പോകുമ്പോൾ ഇപ്പം ഹൗ ഡു യു ഡിഫൈൻ യുവർ ലൈഫ് ഇൻ 1 line? 1 lineലൊക്കെ ലൈഫ് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ലൈഫിൽ ഭയങ്കരമായിട്ട് ആങ്സൈറ്റിയോടുകൂടിയും സ്ട്രെസ്സോടുകൂടിയും കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ്. ആക്ച്വലി നമ്മളങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ, ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് എല്ലാ ഇമോഷൻസും വരുന്ന വ്യക്തികളാണ്. വരുന്നതിനെ നമ്മൾ ഫേസ് ചെയ്ത് അതിനെ സോൾവ് ആക്കി പോകാൻ പഠിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഒരുപാട് അതിനെക്കുറിച്ച് നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് അതിനെ കുളമാക്കണ്ട. അപ്പം നമ്മുടെ സിനിമ അത് തന്നെ പറയുന്നുള്ളൂ. ഒരു പോയിന്റിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കുക, റൈറ്റ് ടൈമിൽ എടുക്കുക. അത് എല്ലാ ഹ്യൂമൻ ബീങ്ങിനും പറ്റിയെന്ന് വരില്ല. നമ്മൾ അതിനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് കോളാക്കി കഴിഞ്ഞിട്ടായിരിക്കും അവസാനം എത്തുമ്പോഴാണ് എങ്ങനെ എടുത്താൽ മതിയായിരുന്നല്ലേ എന്ന് തോന്നും. റിഗ്രറ്റ് അടിക്കും. അതെ, നമുക്കത് കുറച്ച് എളുപ്പമല്ല കേട്ടോ അങ്ങനെ ആവാനായിട്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ ലൈഫ് അടിപൊളിയാണ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക. ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ, റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുക എന്നുള്ളൊരിതുണ്ടല്ലോ. ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് കാണുന്ന ആളാണ് ലൈഫ്. ഓക്കെ. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പറന്ന് ചെല്ലാൻ എന്ന മൂവി വാച്ച് ചെയ്യുക. ഇത്രയും നേരം നമ്മളോട് സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.